ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുപ്രധാനമായൊരു വാർത്താ സമ്മേളനം ഇപ്പോൾ പൂർത്തിയാക്കിയതേയുള്ളൂ. ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പായ കാര്യമെന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ള ആർക്കെങ്കിലും ഇപ്പോഴും അതേ മൊഴിയിൽ ഉറച്ചു നിൽക്കാനും പരാതി നൽകാനും തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പരാതി നൽകുക, നിയമ നടപടി എടുക്കും, ഒരു സംശയവും വേണ്ട. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR രേഖപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷ വേണ്ട എന്നുള്ള സൂചനയും ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിലുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ ആരൊക്കെ മൊഴി നൽകിയിട്ടുണ്ടോ, ആരൊക്കെ പരാതികൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ തെളിവുകൾ നൽകിയിട്ടുണ്ടോ, ആരൊക്കെ വാട്സപ്പ് സന്ദേശങ്ങൾ തെളിവായി ഹാജരാക്കിയിട്ടുണ്ടോ, ആരൊക്കെ ഓഡിയോ ക്ലിപ്പുകൾ തെളിവായി ഹാജരാക്കിയിട്ടുണ്ടോ, ആരൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി ഹാജരാക്കിയിട്ടുണ്ടോ, അവരൊക്കെ വീണ്ടും വന്ന് പരാതി നിയമപരമായി നൽകിയാൽ നടപടിയെടുക്കും, അതിലൊരു സംശയവും വേണ്ട എന്ന് പറയുന്നു. അതേസമയം ഈ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട പരാതിയായി സ്വയമേവ വർത്തിക്കുകയോ സ്വയമേവ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുണ്ടാവുകയോ നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയോ ചെയ്യില്ല എന്നുള്ള സൂചന അതിൽ വരികയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ചലച്ചിത്ര മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉറപ്പാക്കി. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണ് എന്ന അഭിപ്രായം സർക്കാരിനില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. വിലക്കുകൾ കൊണ്ട് ആരെയും ഇല്ലാതാക്കാനാവില്ല എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. എങ്കിലും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കാൻ അഭ്യർത്ഥനയുണ്ടായിരുന്നു എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സൂചിപ്പിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി തുടക്കത്തിലെ വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട കേസുകളിൽ വരെ സർക്കാർ നടപടിയെടുത്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിന് വലിയ ആത്മാർത്ഥതയുണ്ട് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രമുഖ സംവിധായകനെതിരെ കേസെടുത്ത കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിൽ നടനെതിരെ ഉയർന്ന പരാതിയിലും കേസെടുത്തു. പകർപ്പവകാശ ലംഘനം, സാമ്പത്തിക വഞ്ചന തുടങ്ങിയ കേസുകളിലൊക്കെ നടപടിയെടുത്ത സർക്കാരാണ് ഇത്. ഈ ഇന്ത്യ രാജ്യത്ത് മോളിവുഡുണ്ട്, ബോളിവുഡുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ചലച്ചിത്ര മേഖലകളിലുണ്ട്. അവിടെയെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ ഒരു സർക്കാർ ഇതിനു വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും ആ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരികയും അത് പൊതുജനങ്ങൾക്ക് നൽകുകയും വേണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ ഇനി ധൃതി പിടിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വിഷ്ണു കരുണാകരൻ ചേരുന്നു. ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത വിഷ്ണു കരുണാകരൻ, ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ മൂല്യമുള്ള വാക്കായി പിണറായി വിജയന്റെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ബനേഷ്, പ്രധാനമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടേണ്ട ആവശ്യമില്ല എന്നുള്ള ശുപാർശ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് ജസ്റ്റിസ് ഹേമ തന്നെ അതിൽ വ്യക്തമാക്കിയിരുന്നു. വളരെ രഹസ്യ സ്വഭാവമുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇത് ഈ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതായി തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ പലതവണ ഇരകളായിട്ടുള്ളവർ അതിനുള്ള ഒരു മൊഴി നൽകുമ്പോൾ അത് വളരെ വിശ്വസിച്ച് ആണ് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് വളരെ രഹസ്യമായി തന്നെ അത് വയ്ക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രഹസ്യ സ്വഭാവമുള്ള മൊഴികളൊന്നും പുറത്തു വരരുത് എന്ന ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നാളും ഇത് പരിഗണിക്കാതെ വച്ചിരുന്നത്, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തെ അല്ലെങ്കിൽ സിനിമാ മേഖലയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അതും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് വിഷ്ണു, ഇരകൾ ആരും മൊഴി നൽകിയിരിക്കുന്നത് ഒരു പരാതിയുടെ സ്വരൂപത്തിലല്ല, നിയമ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ട് പരാതി നൽകുന്ന സ്വരൂപത്തിലല്ല ഇരകൾ അടക്കമുള്ളവരും മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കേസിലേക്ക് പോകാൻ കഴിയില്ല. മൊഴി നൽകിയവർക്ക് ഇനി വേണമെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഇരിക്കട്ടെ, അതിന് പുറത്ത് അവർക്ക് നേരിട്ട് വന്ന് പരാതി നൽകിയാൽ ഉടൻ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും മനീഷ്, അത്തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പലതവണ സിനിമാ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും, അതായത് നടിയെ ആക്രമിച്ച വിഷയങ്ങൾ മുതൽ തന്നെ ഈ സർക്കാരുള്ള കാലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന സംവിധായകരായാലും പ്രമുഖ നടന്മാരായാലും ആർക്കെതിരെ ആയാലും കൃത്യമായി കേസെടുക്കുന്ന രീതി, അതായത് നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണിതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് പ്രമുഖ വ്യക്തിയായാലും ഇതിന് പിന്നിലുണ്ടെങ്കിൽ കൃത്യമായ ഒരു പരാതി
പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതിക്കാരി രംഗത്ത് വന്നാൽ അതിനെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു പരാതി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഇത് രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നുള്ള ശുപാർശ അല്ലെങ്കിൽ അഭ്യർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം ഇത് പുറത്തു വരാതിരുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അപജയങ്ങൾ ചൂണ്ടിക്കാട്ടാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതായത് സിനിമാ മേഖലയിൽ സുരക്ഷിതമായ ഒരു തൊഴിലിടം ഒരുക്കുക, അല്ലെങ്കിൽ സുരക്ഷിതമായി സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റ് തരത്തിൽ അതായത് ഈ സിനിമാ മേഖല വളരെ ഒരു സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നടക്കമുള്ള ലക്ഷ്യങ്ങൾ മുൻകൈ കണ്ടിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ യഥാർത്ഥ ലക്ഷ്യം സിനിമാ മേഖലയിലെ ഈ കുത്തഴിഞ്ഞ ഒരു സാഹചര്യം ഒഴിവാക്കി അത് നശിപ്പിച്ച് മികച്ച രീതിയിലുള്ള ഒരു സിനിമാ മേഖലയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു പരാതി കണ്ടെത്തി നടപടിയെടുക്കുന്ന തരത്തിലേക്കല്ല ഇതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് മൊഴിയും അത്ര രഹസ്യമായി തന്നെ ലഭിച്ചിരുന്നത്. പലരും അതുകൊണ്ടാണ് ഈ പരാതിയായി വരാത്തത് കൊണ്ടാണ് പലരും വിശ്വാസത്തിന്റെ പേരിൽ മൊഴി നൽകിയത്. അതുകൊണ്ട് ആ മൊഴി രഹസ്യമായി സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. ഇത് പുറലോകം അറിയേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. രഹസ്യ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ടായി തന്നെ ഇത് നിലനിൽക്കണമെന്നുള്ള ഒരു ശുപാർശയും മുന്നോട്ട് ആദ്യമേ തന്നെ വച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയും കാലം പുറത്തു വരാതിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സിനിമയെ കൂടുതൽ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതായത് കുറ്റങ്ങൾക്കുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വളരെ വ്യക്തമാക്കി പറയുന്നത്, അതായത് ഒരു പരാതിയുമായി വരികയാണെങ്കിൽ ഒരു മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കുമെന്നുള്ള കാര്യം മുന്നിൽ വയ്ക്കുന്നത്. അതായത് ഹേമ സമിതിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിലെ ശുപാർശകൾ എന്താണ് എന്ന് നോക്കുകയും ആ ശുപാർശകൾ നടപ്പിലാക്കിക്കൊണ്ട് മലയാള സിനിമയെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അതിന് പിറകിൽ എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? സൂചിപ്പിക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന സിനിമാ മേഖലയിൽ ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, സ്ത്രീകൾക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് അടക്കം അന്വേഷിച്ച് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായത്. ആ പരിഹരിക്കുന്ന കാര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നുണ്ട്. അതായത് ഈ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ പരാതിയായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എന്നാൽ പലരും ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്, ഈ സിനിമാ മേഖലയിലെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട്. ഒരു നടപടികളും എടുക്കാതെ പോകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതിയുമായി രംഗത്തേക്ക് ആരെങ്കിലും എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. മൊഴി നൽകിയവർ ആരെങ്കിലും പരാതി നൽകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, മന്ത്രി ഗണേഷ് കുമാറിനെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. മന്ത്രി ഗണേഷ് കുമാറിന് ഇതിൽ ഏതെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെയും അതിനൊരു മറുപടി ഉണ്ടായിട്ടില്ല. വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മൊത്തത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ഉള്ള കാര്യങ്ങൾ, അതായത് ശുപാർശകൾ അംഗീകരിക്കുന്ന കാര്യങ്ങളായി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുടൻ തന്നെ നടപടികളായി വരുമെന്നും പറയുന്നുണ്ട്. ഒരു സുരക്ഷിതമായ ഒരു തൊഴിലിടം ഉറപ്പാക്കുക, കൃത്യം വേതനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ സർക്കാരിന്റെ പരിധിയിൽ വരാത്ത പല കാര്യങ്ങളും കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതോടെ അതിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനും പരസ്പരം ചർച്ച നടത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്കും വന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. പരേഷ്, ഹേമ സമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അരമണിക്കൂറിലധികം നേരം മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ പൊതുവെ വാർത്താ സമ്മേളനങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ ഉയർന്നു കേൾക്കാറില്ല. അവർക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതാണ് വ്യക്തമായി കേൾക്കുക. വിഷ്ണു അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ മറ്റ് മാധ്യമപ്രവർത്തകർ ചോദിച്ച സുപ്രധാനമായ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നോ? ആ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബനേഷ്, ഈ ഒരു കാര്യത്തിൽ മാത്രം, അതായത് ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ മാത്രമാണ് കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്തത്. സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷത്തിന്റെ അടക്കമുള്ള പരാതികൾ എന്ന് പറയുന്നത് ഏറെക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്നു, അതിനുള്ള മറുപടി ചോദിച്ചിരുന്നു. അത് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ അതിലുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ രഹസ്യ സ്വഭാവമുള്ള മൊഴികളുണ്ട്, അത് പുറത്തു വരരുതെന്നുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതോടൊപ്പം തന്നെ സർക്കാർ ഇതിൽ അലംഭാവം കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് പ്രത്യേകം മറുപടിയും ലഭിച്ചത്. അതായത്
സർക്കാർ ഇതിന്റെ നാൾവഴി കൃത്യമായി പറഞ്ഞു. അതായത് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു. അതിൽ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി, അതായത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കി നിൽക്കേണ്ടതുണ്ട്. അതായത് ഈ രഹസ്യ സ്വഭാവമുള്ള മൊഴിയൊന്നും നൽകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. പിന്നീടാണ് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള പൊതുവായുള്ള കാര്യങ്ങൾ മാത്രം നൽകാമെന്നുള്ള വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിക്ക് നേരെ വന്ന എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അവിടെ മാത്രമാണ് ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിയായ ഈ കൃഷ്ണകുമാർ മന്ത്രിയായിട്ടുള്ള ഈ ഗണേഷ് കുമാറിനെതിരായ ചോദ്യം മാത്രം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റു ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സമയബന്ധിത പരിപാടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുകയുണ്ടായോ? മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ശുപാർശകളുണ്ട്. അതായത് ഈ സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, സുരക്ഷിതമായ ഒരു തൊഴിലിടമാക്കുക എന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമിതി രൂപീകരിക്കുക, ഇങ്ങനെ ചെലവേറിയ കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതിനെല്ലാം പരിഹരിക്കുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കാനുള്ള അതിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് നിശ്ചിത സമയം മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ല. ഏതായാലും വളരെ വേഗത്തിൽ നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഇതിനെ ഏത് കാലയളവിൽ ഇത് നടപ്പിലാക്കും, അല്ലെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ബാക്കിയുള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണാൻ കഴിയാതിരിക്കുകയും ഇപ്പോൾ തത്സമയം വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കുന്നതിനും കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ കാണാൻ കേൾക്കാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത്. വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത്.